ഹലോ അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഫ്ലോറൽ മോമി. ഇന്നതാ നമ്മൾ അബുദാബിയിലാണുള്ളത്. അപ്പോൾ അവിടെ ലുലു ഐലൻഡിൽ നടക്കുന്ന ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഈ മനാർ അബുദാബിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ആ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ആ ഒരു ഷോ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ 5:30 ഒക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4:30 ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പാർക്കിങ്ങും കുറച്ച് പ്രശ്നമാണെന്നൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഈ മറീന മോളിൻ്റെ പാർക്കിങ്ങിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. മറീന മോളിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള കുറച്ച് പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. അവിടെ അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ ഇതാ ഒരു മനാർ അബുദാബിയുടെ ആ ഒരു ഏരിയയിലേക്ക് അങ്ങനെ നടന്നിട്ട് പോവാണ്. ഇവിടെ 5:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5:30ക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 4:30 കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ തിരക്കും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായില്ല. ഒരു 1 അവറിൻ്റെ അടുത്തൊക്കെയാണ് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഒരു വിധം ആൾക്കാർക്കൊക്കെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഓരോരുത്തർ എക്സ്പീരിയൻസ് അങ്ങനെ കേട്ടോണ്ട് കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അഡൽസിന് ഇവിടെ 25 ദിറംസും കിഡ്സിന് 10 ദിറംസുമാണ് ഇവിടെ ചാർജ് ഉള്ളത്. അങ്ങനെ നമ്മളെത്തി കുറച്ച് ടൈമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം എന്താ അപ്പോൾ ഓരോ ബോട്ടുകളായിട്ട് വന്നിട്ട് നമ്മളങ്ങനെ ഓരോ ട്രിപ്പായിട്ട് അങ്ങനെ അവിടെ എത്തിക്കുകയാണ്. അങ്ങനെ ഈ കോർണിഷിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബോട്ട് യാത്ര തന്നെയായിരുന്നു അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഈ ലുലു ഐലൻഡിൽ അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇവിടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറ്റിയിട്ടാണ് നമ്മളെ ആ ഒരു സ്പോട്ടിൽ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ബസ്സിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിലും ഒരു ഗൈഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരും നമുക്കൊരു ഡീറ്റെയിൽസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഓരോ ഇൻസ്റ്റലേഷനായിട്ട് നമ്മളങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇങ്ങനെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്കൊക്കെ അത് വായിച്ച് നോക്കാനും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ കൂടെ ഓരോ ഗൈഡും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരുന്നതും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരുപാട് ഏരിയാസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ നടക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ വെക്കുന്നതാണ് നല്ലത്. പിന്നെ ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളും അതിനകത്തും ഉണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും ഒന്ന് നടന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മളങ്ങനെ തിരിച്ച് പോകണം. അപ്പോൾ തിരിച്ച് ബോട്ടിൽ അത്ര ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. നമ്മളെത്തിയപ്പോഴെ തന്നെ ബോട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബസ്സും അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചങ്ങനെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.